ഹായ് ഓൾ നമ്മൾ പുതിയൊരു ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഡ്രാമയുടെ പേരാണ് മൈ യൂത്ത്. സോ ഡ്രാമ സ്റ്റാർട്ട് ചെയ്യുന്നത് സൺവു എന്ന പേരുള്ള നമ്മുടെ ഹീറോനെ കാണിച്ചുകൊണ്ടാണ്. അവൻ കുട്ടിക്കാലത്ത് ഒരു ചൈൽഡ് ആക്ടർ ഒക്കെ ആയിരുന്നു. കൂടാതെ ഇപ്പോൾ ഫ്ലോറിസ്റ്റ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്നു. ഇനി നമ്മുടെ ഹീറോയിന്റെ പേരാണ് ജെയ്യൂൺ. ടയറിൻ എന്ന പേരുള്ള ഒരു ആക്ട്രസ് ഉണ്ട്. സോ ഈ ഒരു ആക്ട്രസിന്റെ മാനേജർ ആയിട്ടാണ് ജെയ്യൂൺ വർക്ക് ചെയ്യുന്നത്. ടയറിന്റെ കരിയറിൽ വലിയ ഗ്രോത്ത് ഒന്നും തന്നെ ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ പണ്ട് ടയറിൻ സണുവിന്റെ ഒപ്പം സഹോദരനും സഹോദരിയുമായിട്ടൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർത്തിട്ടുണ്ടായിരുന്ന ടയറിന്റെ കോൺട്രാക്റ്റിലുള്ള കമ്പനിയിലെ പ്രൊഡ്യൂസേഴ്സ് ആയിട്ടുള്ള ആൾക്കാര് ഇപ്പോൾ സണുവിനെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. അതായത് നിലവിലൊരു സിറ്റ്കോമും മറ്റൊക്കെ ചെയ്യുവാനായിട്ട് അവരുടെ പ്ലാനിലുണ്ട്. ആ ഒരു സിറ്റ്കോമില് ഈ ഒരു സൺവു കൂടി അഭിനയിക്കുകയാണെങ്കിൽ ടയറിന്റെ കരിയറിൽ കുറച്ചുകൂടി ഗ്രോത്ത് ഉണ്ടാവുമെന്ന രീതിക്കാണ് അവരും വിചാരിക്കുന്നത്. സോ അവർ സൺവുവിനെ കോണ്ടാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും സൺവുവിന് വലിയ താല്പര്യമില്ലാത്ത രീതിക്ക് പെട്ടെന്ന് തന്നെ കോളും കട്ട് ചെയ്യുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്ന ടയറിന്റെ മാനേജർ ആയിട്ടുണ്ടായിരുന്ന ജെയ്യൂൺ തനിക്ക് സൺവുവിനെ കൺവിൻസ് ചെയ്യിക്കുവാനായിട്ട് സാധിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്യിക്കുവാനായിട്ടുള്ള ഒരു ശ്രമത്തിലാണ്. ഇപ്പോൾ സണുവിനെ കണ്ടാൽ എങ്ങനെ ഉണ്ടാകുമെന്നൊരു ഐഡിയ പോലും അവൾക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ അവളും ഒരു ഇൻസ്റ്റഗ്രാം പേജ് ശ്രദ്ധിക്കുകയാണ്. ആ ഇൻസ്റ്റഗ്രാം പേജിലെ ആളുടെ കൈയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന അവളും ആ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് കണ്ട് കഴിയുമ്പോഴത്തേക്കും അത് സണു ആണെന്ന് തിരിച്ചറിയുന്നു. ഒരു ഡ്രാമയുടെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലത്ത് ജെയോൺ എത്തിയതിനു ശേഷം ജെയോണും അവിടുത്തെ കോസ്റ്റ്യൂം ഡിസൈനറുടെ അടുത്തൊരു കാര്യം പറയുകയാണ്. അതായത് നായകൻ നിലവിലിട്ടിട്ടുള്ളത് വൈറ്റ് കളർ ഡ്രസ്സാണ്, പക്ഷെ ശരിക്കും ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഈ ഒരു സീനിന് സൂട്ടബിൾ ആയിട്ടുള്ളത്. അത് പ്രത്യേകമായിട്ട് അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നായകന്റെ നിർബന്ധപ്രകാരമായിരുന്നു ഈ ഒരു കളറുള്ള ഡ്രസ്സൊക്കെ നായകൻ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നതെന്ന് കോസ്റ്റ്യൂം ഡിസൈനറും അറിയിക്കുകയാണ്. പക്ഷേ ഈ ഒരു സീനിന് ബ്ലാക്ക് ഇടാതെ മറ്റേതൊരു ഡ്രസ് ഇട്ടാലും അതൊരിക്കലും ശരിയാവുകയില്ല എന്നൊരു അഭിപ്രായമായിരുന്നു ജെയ്യൂണിനുണ്ടായിരുന്നത്. പിന്നീട് ജെയ്യൂണും ആ ഒരു കാര്യത്തിന്റെ പേരിൽ ആകെ അപ്സെറ്റ് ആകുന്നുമുണ്ട്. പിന്നീട് നായകൻ വൈറ്റ് ഡ്രസ് ഇട്ടുകൊണ്ട് ഫുഡ് കഴിക്കുവാനായിട്ടിരിക്കുന്ന സമയത്ത് ഈ കോസ്റ്റ്യൂം ഡിസൈനർ ജെയ്യൂൺ നേരത്തെ പറഞ്ഞ കാര്യമൊക്കെ ഓർത്തതിന് ശേഷം എന്നാൽ പിന്നെ അവന്റെ കയ്യിലുള്ള ഫുഡൊക്കെ ചെറുതായിട്ടൊന്ന് തട്ടിയിട്ട് അത് ഡ്രസ്സിലെടുക്കുകയാണെങ്കിൽ ആ വൈറ്റ് കളർ ഡ്രസ്സ് മാറുന്നതായിരിക്കുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് കോസ്റ്റ്യൂം ഡിസൈനറും ആക്ടറുടെ കയ്യിലുണ്ടായിരുന്ന കറിയൊക്കെ തട്ടിക്കളയുവാനായിട്ട് ശ്രമിക്കുന്നു. പക്ഷെ ആക്ടറും കൃത്യമായി തന്നെ അതിൽ നിന്നും എസ്കേപ്പ് ആകുന്നുണ്ട്. എങ്കിൽ പോലും ആക്ടറുടെ അശ്രദ്ധ മൂലം അയാളുടെ ഡ്രസ്സിലും കറി വീഴുകയാണ്. ഈ ഒരു സമയത്ത് നമുക്ക് മാറ്റി തരുവാനായിട്ട് വൈറ്റ് ഡ്രസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങൾ ബ്ലാക്ക് ഡ്രസ് ഇട്ടിട്ട് ഷൂട്ടിംഗ് നടത്തേണ്ടി വരുമെന്ന് കോസ്റ്റ്യൂം ഡിസൈനറും അറിയിക്കുന്നു. അങ്ങനെ കോസ്റ്റ്യൂം ഡിസൈനറുടെ പ്ലാന് വർക്കൗട്ട് ആവുകയും അയാളെ കൊണ്ട് ബ്ലാക്ക് ഡ്രസ് തന്നെ ഇടിയിച്ച് അവർ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുകയും ചെയ്യുകയാണ്. എന്തായാലും ആ ഒരു മെസ്സേജ് ഒക്കെ കണ്ട് കഴിയുമ്പോഴത്തേക്കും ചെയ്യണം ഒരുപാട് ഹാപ്പി ആകുന്നു. സാണു ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്ന ഫോട്ടോസും മറ്റുമൊക്കെ ടൈറനെ കൂടി ജെയിൻ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും അവനായിട്ട് സംസാരിച്ച് നോക്കണമെന്ന് നിനക്ക് തോന്നിയിട്ടില്ല എന്ന രീതിക്ക് ടയറിനും അവളോട് ചോദിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പിന്നീട് പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴത്തേക്കും ജെയോണും സണുവിനെ അന്വേഷിച്ചുകൊണ്ട് അവന്റെ തന്നെ ഫ്ലവർ ഷോപ്പിലും എത്തുന്നു. പിന്നീട് അവർ രണ്ടുപേരും പരസ്പരം കാണുമ്പോഴത്തേക്കും ഒരുപോലെ ഷോക്കായിട്ടൊക്കെ ആയിരുന്നു നിന്നിട്ടുണ്ടായിരുന്നതും. ഇവര് രണ്ടുപേരും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വളരെയധികം ക്ലോസ് ആയിരുന്നു. പിന്നീട് അവർ പിരിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ അവർക്ക് രണ്ടുപേർക്കും വീണ്ടുമുള്ള ഈ ഒരു കൂടിക്കാഴ്ചയിലും തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നീട് അവരും പരസ്പരം സംസാരിക്കുകയാണ്. അങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിന്നെ ഒരു പ്രോഗ്രാമിലേക്ക് റിക്രൂട്ട് ചെയ്യുവാനായിട്ടായിരുന്നു ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന് അവൾ തുറന്നു പറഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവനും പ്രോഗ്രാമിൽ അഭിനയിക്കുവാനായിട്ട് താല്പര്യമില്ല എന്ന കാര്യം അറിയിക്കുന്നു. കൂടാതെ അവൾ ഷോപ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു കാക്ടസ് ചെടിയൊക്കെ അവനും അവൾക്ക് സമ്മാനമായിട്ട് നൽകുന്നു. ശരിക്കും അവൾ അതിന് പേ ചെയ്യുവാനായിട്ട് തയ്യാറായിരുന്നെങ്കിൽ പോലും അവനും അതിന് പണം ഒന്നും തന്നെ മേടിക്കുന്നില്ല. അടുത്ത ദിവസം ജയൂൺ ഡയറക്ടറെ മീറ്റ് ചെയ്യുകയാണ്. ഈ ഒരു സമയത്ത് അവളുടെ കയ്യിൽ ഒരു ബുക്കും ഉണ്ടായിരുന്നു. ആ ഒരു ബുക്കിന്റെ റൈറ്ററിന്റെ പേരൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്ന അവളും ഈ ഒരു പേര് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ഓർക്കുന്നുണ്ട്. പിന്നീടാണ് അവൾക്കും കാര്യം മനസ്സിലാക്കുന്നത്. അവൾ നേരെ വീട്ടിലേക്ക് എത്തിയിട്ട് അവളുടെ പണ്ടത്തെ രീതിക്ക് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ എടുത്ത് നോക്കുമ്പോഴത്തേക്കുമാണ് അതിൽ മറ്റൊരു ബുക്ക് അവളുടെ ശ്രദ്ധയിലും പെടുന്നത്. അതായത് സൺവു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇതേ പേരിലൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ടായിരുന്നു. സോ സൺവു തന്നെയാണ് ഈ ഒരു ബുക്ക് ഇറക്കിയതെന്ന കാര്യം അവൾ മനസ്സിലാക്കുകയാണ്. ടേറിന് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഒരു ക്രഷ് ഉണ്ടായിരുന്നു. ഇപ്പോൾ റേഡിയോ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അവൾ അവിടെ എത്തി കഴിയുമ്പോഴത്തേക്കും അന്നത്തെ അവളുടെ ക്രഷ് ആയിട്ടുണ്ടായിരുന്ന സോക്ചു അവിടെ ഇരുന്ന് ആങ്കറിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു കാഴ്ച അവളും കാണുകയാണ്. സോ അവളുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു. അതേസമയം അവൻ അവളെ നേരിട്ട് കണ്ട് കഴിയുമ്പോഴത്തേക്കുമാണ് അവൻ തന്നെ ഓർക്കുന്നില്ല എന്ന കാര്യം അവളും മനസ്സിലാക്കുന്നത്. ഇതേ സമയം ജയോൺ ഉണ്ടായിരുന്ന അതേ ഓഫീസിലേക്ക് ഒരാൾ കൊടുത്തുവിട്ട ഫ്ലവേഴ്സുമായിട്ട് സൺവുവും എത്തുകയാണ്. അങ്ങനെയിരിക്കെ ജയ്യോണ് ഫ്ലവേഴ്സ് മേടിച്ച് കയ്യിൽ പിടിച്ചതിന് ശേഷം സൺവു അവളുടെ ഒരു പിക്ചർ തെളിവെന്ന രീതിക്ക് എടുക്കുന്ന സമയത്ത് അവിടേക്ക് സോക്ചു കൂടി എത്തുന്നു. അതായത് ഇവർ മൂന്ന് പേരും പരസ്പരം സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പരിചയക്കാരാണെന്ന് അവിടെ വെച്ച് തന്നെ കാണിക്കുന്നുമുണ്ട്.
പിന്നീട് ജെയോണും ഫ്ലവേഴ്സൊക്കെ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ പോലും സൺവുവും അവളുടെ പിന്നാലെ പോകുന്നു. കൂടാതെ എങ്ങനെയാണ് ആ ഒരു കാക്ടസ് ചെടി നന്നായി തന്നെ നോക്കേണ്ടതെന്നുള്ള ഒരു ടിപ്സ് ഒക്കെ അവൾക്ക് പറഞ്ഞും കൊടുക്കുന്നു. ഒരു പ്രൊഡ്യൂസറിനെ ജിയോൺ ശ്രദ്ധിക്കുകയാണ്. ആ ഒരു പ്രൊഡ്യൂസറിന്റെ കൂടെ ക്ലിയറിനൊരു നല്ല വർക്കൊക്കെ കിട്ടിയാൽ കൊള്ളാമെന്ന് അവൾക്കും ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊഡ്യൂസർ ഒരു ബുക്ക് വായിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവളും ഈ ബുക്ക് എഴുതിയ ആളെ എനിക്ക് അറിയാമെന്നൊക്കെ പറഞ്ഞ് അയാളുമായിട്ടൊരു കമ്പനിയൊക്കെ ഉണ്ടാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അത് കേൾക്കുന്ന പ്രൊഡ്യൂസറും അവളുടെ അടുത്ത് കൂടുതലായിട്ട് സംസാരിക്കുന്നു. അതായത് ഇപ്പോൾ അയാൾ വായിക്കുന്ന ബുക്ക് എഴുതിയിട്ടുണ്ടായിരുന്നത് സൺവു ആണ്. സോ സൺവുവിനെ ജയ്‌യുണ് അറിയാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അവന്റെ ബുക്സ് ഒക്കെ വായിക്കാറുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചുള്ള ഒരു മീറ്റിംഗ് ഒക്കെ നീ വെക്കാമോ എന്ന് അവളുടെ അടുത്തായിട്ടും പ്രൊഡ്യൂസർ ചോദിക്കുന്നു. അവൾക്കും സമ്മതിക്കാത്ത മറ്റു മാർഗങ്ങൾ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ഒരു മീറ്റിംഗ് സെറ്റ് ആക്കുവാനായിട്ട് എവിടെയായിരുന്നോ സൺവു ഉണ്ടായിരുന്നത് അവിടെ ചെന്നിട്ട് അവളും സൺവുവിനെ ചെന്ന് കാണുകയാണ്. പ്രൊഡ്യൂസറുടെ സ്കൂളിൽ പഠിക്കുന്ന മകളായിരുന്നു ശരിക്കും സണുവിന്റെ ഫാൻ. അതുകൊണ്ട് തന്നെ സണുവിനെ കാണുന്ന സമയത്തും സ്കൂളിലൊക്കെ പഠിക്കുന്ന ഒരു ഫാനുണ്ട്. സോ ആ ഒരു കുട്ടിക്ക് നിന്നെ കാണണമെന്നുണ്ട്. നീ വിരോധമില്ലെങ്കിൽ ആ കുട്ടീനെ കാണുവാനായിട്ട് വരാമോ എന്ന രീതിക്ക് അവൾ ചോദിക്കുമ്പോൾ തന്നെ അവനും സമ്മതിക്കുന്നു. സോ അങ്ങനെ മീറ്റിംഗ് ഒക്കെ നടക്കുന്ന ദിവസം സൺവുവും ജയൂണിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലവേഴ്സ് ഒക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നു. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് ആ ഒരു ഫ്ലവേഴ്സ് ഒരുപാട് ഇഷ്ടമുള്ളതായിരുന്നു. പക്ഷെ അവൾ ഇപ്പോൾ ആ ഒരു ഫ്ലവേഴ്സിന്റെ കാര്യം ഒന്നും തന്നെ ഓർക്കുന്നില്ല. എങ്കിലും അവൻ കൊടുത്ത ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചതിന് ശേഷം അവളും പ്രൊഡ്യൂസറും പ്രൊഡ്യൂസറുടെ മകളും ഉടനെ തന്നെ എത്തുന്നതായിരിക്കുമെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി എന്ന കാര്യം മാത്രമേ അവൻ അറിയിക്കുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോൾ ഒരു പ്രൊഡ്യൂസറും അയാളുടെ മകളുമാണ് എത്തുന്നതെന്ന് അറിയുമ്പോഴത്തേക്കും ശരിക്കും അവൾ തന്നെ ചീറ്റ് ചെയ്തു എന്ന രീതിക്കാണ് സൺവുവിന് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സൺവുവും പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി പോകുവാനായിട്ട് നോക്കുന്നു. പക്ഷെ അവരങ്ങനെ വഴക്കടിച്ചുകൊണ്ട് പോകുവാനായിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ ആയിരുന്നു പ്രൊഡ്യൂസറും മക്കളും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. സൺവുവിന്റെ ബുക്കൊക്കെ വായിച്ചിട്ട് പ്രൊഡ്യൂസറുടെ മകൾക്കും അതൊരു ഇൻസ്പിറേഷൻ ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു റൈറ്റർ ആക്കുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. കൂടാതെ അവളും കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. സൺവുവിനോട് അതൊന്ന് വായിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാമോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് സൺവുവും സമ്മതിക്കുന്നു. കൂടാതെ പ്രൊഡ്യൂസറും സൺവുവിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പഴയ ആ ഒരു ചൈൽഡ് ആക്ടർ അല്ല എന്ന രീതിക്ക് ചോദിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ സൺവു ആ ഒരു ചൈൽഡ് ആക്ടർ ആണെങ്കിൽ പോലും അവന് ആ ഒരു കാര്യങ്ങൾ പുറത്തു പറയുവാനായിട്ട് താല്പര്യമില്ല എന്ന് ചെയ്യുന്നു നന്നായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ചെയ്യണം പ്രൊഡ്യൂസർക്ക് തെറ്റുപറ്റിയതാണ്, അത് ഇയാളല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊഡ്യൂസറിനെ കൺവിൻസ് ചെയ്യുന്നുമുണ്ട്. എന്തായാലും പ്രൊഡ്യൂസറിന്റെ ആഗ്രഹം പോലെ തന്നെ മക്കൾക്ക് വേണ്ടിയിട്ട് സൺവുവിനെ കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ജയ്യൂണിനെ വിളിച്ചിട്ട് ഉടനെ തന്നെ ടേറിനുമായിട്ട് ഒരു മീറ്റിംഗ് ഒക്കെ നടത്തണമെന്ന രീതിക്കാണ് പ്രൊഡ്യൂസർ പറയുന്നത്. അതായത് ടേറിന് വേണ്ടിയിട്ട് ഒരു ഓഫർ കൊടുക്കുവാനായിട്ട് പ്രൊഡ്യൂസറും തയ്യാറാണ്. അങ്ങനെ പിന്നീട് സൺവുവും ജയൂണും ഒന്നിച്ച് അവിടെ നിന്നും മടങ്ങുന്നു. അന്നത്തെ ദിവസം രാത്രിയാകുമ്പോഴത്തേക്ക് സൺവുവും ജെയിനെ കുറിച്ച് ഓർക്കുന്നു. ജയൂൺ കൊടുത്തിട്ടുണ്ടായിരുന്ന 2 ബ്രേസ്ലെറ്റ് ഒക്കെ അവന്റെ കയ്യിലും കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ അവളെ കുറിച്ച് ഓർക്കുന്ന അവനും നേരെ അവൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്തേക്കും എത്തുകയാണ്. അവനും അവളെ കണ്ട് കഴിയുമ്പോഴത്തേക്കും എന്തെങ്കിലും കാര്യങ്ങൾ പറയണമല്ലോ. അങ്ങനെ അവൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്ന പ്ലാന്റിനെ എങ്ങനെയൊക്കെ നോക്കണമെന്നുള്ള രീതിക്ക് കുറച്ച് ടിപ്സ് ഒക്കെ ആയിരുന്നു അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നത്. എങ്കിൽ പോലും അവൻ യഥാർത്ഥത്തിൽ അവിടെ വന്നത് അതിനുവേണ്ടി അല്ല എന്ന കാര്യം അവൾക്ക് അപ്പോൾ തന്നെ മനസ്സിലാകുന്നുമുണ്ട്. അങ്ങനെ ഇരിക്കെ അവർ സംസാരിച്ചു നിൽക്കുമ്പോഴത്തേക്കും ആയിരുന്നു ഡയറക്ടർ അതുവഴിക്ക് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഡയറക്ടറിനെ കണ്ട് കഴിയുമ്പോഴത്തേക്കും അവളും അവനെ പിടിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തുന്നു. ഈ ഒരു സമയത്ത് അവളും അവന്റെ ഷർട്ടിന്റെ കൈയിലേക്കായിരുന്നു പിടിച്ചിട്ടുണ്ടായിരുന്നത്. സോ കയ്യും ചെറുതായിട്ടൊന്ന് കീറി പോവുകയാണ്. അവളും പിന്നീട് അത് ശ്രദ്ധിക്കുന്നു. നീ എന്തിനാണ് വീണ്ടും എന്നെ അന്വേഷിച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ടായിരുന്നെന്നുള്ള രീതിക്ക് അവൾ അവനോടായിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവനും അവളെ ഹഗ് ചെയ്യുകയാണ്. അങ്ങനെ ഹഗ് ചെയ്യുമ്പോഴത്തേക്കും നേരത്തെ അവൾ കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ നിന്നും ഒരു ബ്രേസ്ലെറ്റ് താഴേക്ക് പോകുന്നു. യഥാർത്ഥത്തിൽ അവരിനി കാണുകയില്ല എന്നൊരു തോന്നലായിരുന്നു അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അവസാനമായിട്ടൊരു ഗുഡ് ബൈ പറയുവാനായിട്ട് എത്തിയതായിരുന്നു അവനും. ആ ഒരു രീതിക്ക് തന്നെയായിരുന്നു അവൻ ഹഗ് ചെയ്തിട്ടുണ്ടായിരുന്നതും. അങ്ങനെ ഇരിക്കെ ഇനി നമ്മൾ കാണുകയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ നിന്നും പോകുവാനായിട്ട് നോക്കുന്ന സമയത്ത് അവളും നിനക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് ഒരു നേരത്തെ ഫുഡും കുറച്ച് ഡ്രിങ്ക്സും ഒക്കെ മേടിച്ച് തരാമോ എന്ന് അവനോടായിട്ടും ചോദിക്കുന്നു. അതായത് അവൻ ഇപ്പോൾ ഓടി വന്ന സമയത്ത് അവൻ പാർട്ട് ടൈം ആയിട്ട് ഒരു റെസ്റ്റോറന്റിലൊക്കെ ആയിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു ഏപ്രിനൊന്നും ആഴ്ച പോലും വെക്കാതെയായിരുന്നു അവൻ എത്തിയിട്ടുണ്ടായിരുന്നതും. അത് കണ്ടതുകൊണ്ടാണ് അവൻ ഇതുപോലെ റെസ്റ്റോറന്റിലാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവളും അവൻ വർക്ക് ചെയ്യുന്ന അതേ റെസ്റ്റോറന്റിലേക്ക് പോകാമെന്ന രീതിക്ക് ഇപ്പോൾ ഫുഡും ഡ്രിങ്ക്സും ഒക്കെ വേണമെന്നും പറയുന്നത്. സോ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഒന്നിച്ചു നിൽക്കുന്ന ആ
ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ജയോണിന് ഫുഡ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ സൺവുവിന്റെ ഫ്രണ്ടിന്റെ റെസ്റ്റോറന്റിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. വഴിയിൽ കുറച്ച് ഫ്ലവേഴ്സ് കാണുന്ന സൺവു ആകട്ടെ ആ ഒരു ഫ്ലവേഴ്സ് ജയോൺ ഒരുപാട് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സ് ആണെന്ന് പറയുമ്പോഴത്തേക്കും അവൾക്കും അതൊന്നും തന്നെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ ഫ്ലവേഴ്സ് ഞാൻ മേടിച്ചതായിട്ട് ഓർക്കുന്നേ ഇല്ല എന്ന് പറഞ്ഞ് അവർ ഒന്നിച്ച് നടക്കുന്നു. അപ്പോൾ ഒരു ഫ്ലാഷ് ബാക്കും കാണിക്കുകയാണ്. ഈ ഒരു ഫ്ലാഷ് ബാക്കിൽ ജയോൺ തന്നെ ആ ഒരു ഫ്ലവേഴ്സ് മേടിക്കുന്നതായിട്ടും കാണിക്കുന്നു. കൂടാതെ സണുവ് വീട്ടിലെത്തുന്ന സമയത്ത് അവന്റെ അച്ഛനും അവനെ കാണുവാനായിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അതായത് അവൻ ഒറ്റയ്ക്കായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ അച്ഛന്റെ കൂടെ അച്ഛന്റെ ഗേൾഫ്രണ്ടിന്റെ മകളുണ്ട്. അവൾക്ക് 4 വയസ്സ് മാത്രമാണ് പ്രായം. കൂടാതെ ആ ഒരു ഗേൾഫ്രണ്ട് അച്ഛനെ ഉപേക്ഷിച്ച് പോയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവൾ എവിടെയാണെന്നുള്ള കാര്യം ഒന്നും തന്നെ തനിക്ക് അറിയിക്കയില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുട്ടീനെ കൂടി സണുവിനെ ഏൽപ്പിക്കുവാനായിട്ടായിരുന്നു അച്ഛൻ എത്തിയത്. അവളുടെ പേര് നൂറി എന്നായിരുന്നു. അങ്ങനെയിരിക്കെ സണുവും തന്റെ അനിയത്തിയായിട്ട് തന്നെ അവളെ കാണുവാനായിട്ടും തുടങ്ങി. അവൾക്ക് വേണ്ടി കുക്ക് ചെയ്യുകയും അവളുടെ കയ്യിലുണ്ടായിരുന്ന ബുക്കൊക്കെ എടുത്ത് നോക്കുകയും ചെയ്യുന്ന സമയത്ത് സണുവും വളരെയധികം ഹൊറിഫിക് ആയിട്ടുള്ള ബുക്കൊക്കെയാണ് അവളുടെ കയ്യിൽ ഇരിക്കുന്നതെന്ന കാര്യം മനസ്സിലാക്കുകയാണ്. സോ ഇനി മുതൽ ആ ഒരു ബുക്ക് എടുക്കേണ്ട എന്നും അവൻ പറയുന്നു. കൂടാതെ അവളെ അക്ഷരങ്ങളൊക്കെ എഴുതുവാനായിട്ട് പഠിപ്പിക്കുന്നതും അവനാണ്. അവനും കുട്ടികളുടെ ബുക്കൊക്കെ വിൽക്കുന്നിടത്ത് എത്തിയിട്ട് അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ബുക്കുകൾ മേടിക്കുകയും രാത്രി ആകുമ്പോഴത്തേക്കും ആ ബുക്കുകളിലെ കഥകളൊക്കെ അവൾക്ക് പറഞ്ഞു കൊടുത്ത് അവളെ ഉറക്കുകയും ചെയ്യുവാനായിട്ട് തുടങ്ങി. കൂടാതെ അവൻ പാർട്ട് ടൈമായിട്ട് വർക്ക് ചെയ്യുന്ന ഓരോയിടത്ത് എത്തുമ്പോഴും അവൻ ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയമെല്ലാം തന്നെ ഇതുപോലത്തെ ബുക്സ് ഒക്കെ വായിച്ചായിരുന്നു തീർത്തിട്ടുണ്ടായിരുന്നത്. സൺവുവും ഒരു ദിവസം വീട്ടിലേക്ക് എത്തി കഴിയുമ്പോഴത്തേക്കും സൺവുവിന്റെ അച്ഛൻ പണം മേടിച്ചിട്ടുണ്ടായിരുന്ന ആൾക്കാരെല്ലാവരും തന്നെ പണം തിരികെ മേടിക്കുവാനായിട്ട് അവന്റെ വീടിന് മുമ്പിലും കാത്തു നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവിടേക്ക് അച്ഛൻ എത്താത്തത് കൊണ്ട് തന്നെ ആ ഒരു പണം ഒന്നും തന്നെ ഒരിക്കലും തിരികെ കിട്ടുവാനായിട്ട് പോകുന്നില്ല എന്ന കാര്യം അവർക്ക് നന്നായി തന്നെ അറിയാം. എങ്കിൽ പോലും സൺവുവിനായിരുന്നു അച്ഛൻ കാരണം കൂടുതൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കൊണ്ടിരുന്നത്. അടുത്തതായിട്ട് സോക്ചുനെ കാണിക്കുകയാണ്. സോക്ചുവിന്റെ അമ്മ വളരെയധികം കാശുകാരിയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ സണുവിന്റെ അച്ഛൻ സോക്ചുവിന്റെ അമ്മനെ വിവാഹം കഴിക്കുവാനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുവാനായിട്ടായിരുന്നു സോക്ചു സൺവുനെ കാണുവാനായിട്ട് എത്തിയതെങ്കിൽ പോലും ഇപ്പോൾ സൺവുനും കൂടുതൽ സംസാരിക്കുവാനായിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അത് തന്റെ അച്ഛനല്ല എന്ന രീതിക്കൊക്കെയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സോക്ചുനെ കാണുമ്പോഴത്തേക്കും സോക്ചുന്റെ മുമ്പിൽ നിൽക്കുവാനായിട്ടുള്ള ഒരു ധൈര്യം ഒന്നും തന്നെ സൺവുവിന്റെ അച്ഛൻ ഉണ്ടായിരുന്നില്ല. ആകെ നെർവസ് ആയിട്ടായിരുന്നു അച്ഛനും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സോക്ചുവിന്റെ അമ്മയും സൺവുവിനെ കാണുവാനായിട്ട് അവൻ വർക്ക് ചെയ്യുന്ന പാർട്ട് ടൈം ഷോപ്പിൽ എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ സണുവിന് ശരിക്കും സ്കൂളിൽ പോകുവാനായിട്ട് ഒന്നും തന്നെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. പകരമായിട്ട് ഇതുപോലെ പാർട്ട് ടൈം ജോബ് ചെയ്ത് പണം ഉണ്ടാക്കുവാനായിട്ട് മാത്രമായിരുന്നു സണു ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അമ്മയും പണമൊക്കെ കൊടുത്തിട്ട് സണുവിനെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുന്നു. പക്ഷേ ആ ഒരു പണം ഒന്നും തന്നെ തനിക്ക് വേണ്ട എന്ന രീതിക്ക് സണു പറയുമ്പോഴത്തേക്കും നീ ഇപ്പോഴും കുട്ടിയാണ്, അതുകൊണ്ട് തന്നെ അറ്റ്ലീസ്റ്റ് ഒരു ഹൈസ്കൂൾ വരെയെങ്കിലും നീ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്ത് നല്ലൊരു സ്കൂളിലൊക്കെ വിട്ട് നിന്നെ പഠിപ്പിക്കാമെന്ന രീതിക്ക് അമ്മയും സംസാരിക്കുന്നു. എന്തായാലും പിന്നീട് സണു പഠിക്കുവാനായിട്ട് പോയ അതേ ക്ലാസ്സിൽ തന്നെ ആയിരുന്നു ജയുണും സോക്ചുവും ഉണ്ടായിരുന്നത്. ആ ക്ലാസ്സിന്റെ പ്രസിഡന്റ് ജയുൺ ആയിരുന്നു. മാത്രമല്ല എല്ലാ ക്ലാസ്സിലും കറക്റ്റായിട്ട് വന്ന് ഉറങ്ങുന്ന സണുവിനെ അവളും ശ്രദ്ധിക്കുന്നുണ്ട്. ക്ലാസ് ഒക്കെ കഴിയുന്ന സമയത്ത് സോക്ചുവും സൺവുനോട് എണീറ്റ് പാർട്ട് ടൈം വർക്കിനൊക്കെ പോകുവാനുള്ള നേരമായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവനെയും എണീപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ജയോണും സോക്ചുവും തമ്മിൽ ചെറിയ രീതിക്കൊക്കെ അടികൂടി നിൽക്കുന്ന രീതിക്കൊക്കെയാണ് കാണിക്കുന്നത്. അതായത് അവർ അത്രയ്ക്ക് ക്ലോസ് ഫ്രണ്ട്സ് ഒന്നുമല്ല, എങ്കിലും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് വഴക്കുണ്ടാക്കും. സൺവു ലീയുടെ റെസ്റ്റോറന്റിൽ ഒരുപാട് കാലമായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ലീക്ക് സൺവുവിന് വലിയ കാര്യമാണ്. അവന്റെ ബർത്ത്ഡേക്ക് ലീ കേക്ക് പോലും കൊടുക്കുന്നു. ഇപ്പോൾ സൺവുവും അവളുടെ ഒപ്പം റെസ്റ്റോറന്റിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അവൾ ബിയർ കുടിക്കുന്ന സമയത്ത് അവനാകട്ടെ അവിടുത്തെ വർക്കൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ഫ്ലാഷ് ബാക്ക് സീൻ കാണിക്കുന്നു. സൺവു സ്കൂളിലൊന്നും കൃത്യമായി വരാത്തത് കൊണ്ട് തന്നെ സൺവുവിന്റെ അഡ്രസ്സ് കൊടുത്തതിന് ശേഷം സൺവുവിന് ഫില്ല് ചെയ്യുവാനായിട്ടുള്ള ഒരു ഫോം കൂടി ജയുവിന്റെ അടുത്ത് കൊടുത്തു വിടുകയാണ് ടീച്ചറും. ജയണും ആ ഒരു അഡ്രസ് ഒക്കെ തപ്പി നേരത്തെ തന്നെ വീടിന് മുമ്പിൽ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് രാത്രി ആയതിനു ശേഷമായിരുന്നു സൺവുവും നൂറയും കൂടി അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അവരെ കാണുന്ന സമയത്ത് അവളും ഈ ഒരു ഫോം ഫില്ല് ചെയ്യിക്കുവാനായിട്ടായിരുന്നു താൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്നും താനാണ് ക്ലാസ്സിലെ പ്രസിഡന്റ് എന്ന് നൂറീനെയും സൺവുവിനെയും അവളായിട്ട് തന്നെ അറിയിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവനും അവളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് ഫുഡൊക്കെ കഴിക്കുവാനായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നു. അവളും അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ബുക്കൊക്കെ വായിച്ചു കൊടുത്ത് നൂറിനെ ഉറക്കുന്നുണ്ട്. പിന്നീട് ആ ഒരു ബുക്ക് തനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് യഥാർത്ഥത്തിൽ ആ ബുക്ക് അവൻ തന്നെയാണ് എഴുതിയതെന്ന കാര്യം അവനും തുറന്നു പറയുന്നത്. അത് ഇതുവരെയായിട്ടും പബ്ലിഷ് ചെയ്തിട്ടില്ല. തനിക്ക് പണത്തിന് കുറച്ച് ആവശ്യമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഇതുപോലൊരു ബുക്ക് എഴുതാമെന്ന തീരുമാനത്തിലേക്ക് താൻ എത്തിയിട്ടുണ്ടായിരുന്നെന്ന് സൺവു പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും എന്നാൽ ഇനി ഈ ബുക്കിന്റെ ബാക്കി ഞാൻ വായിക്കുന്നില്ല.
നീയായിട്ട് തന്നെ ബുക്ക് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഞാനും പണം കൊടുത്തത് മേടിക്കുന്നതായിരിക്കുമെന്ന് അവളും അറിയിക്കുന്നു. ഇപ്പോൾ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഫോം അവനും എടുത്തു നോക്കുകയാണ്. അതില് ആരാകണമെന്നാണ് ആഗ്രഹമെന്ന രീതിക്കൊക്കെയായിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. അതിന് മറുപടിയായിട്ട് അവനും ഒരു ആക്ടറിന്റെ പേരാണ് എഴുതുന്നത്. അതായത് ആ ഒരു ആക്ടറിനെ പോലെ ആകണമെന്നായിരുന്നു അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അത് കൂടാതെ വലുതാകുമ്പോഴത്തേക്കും റിച്ച് ആകണം, സൂപ്പർ റിച്ച് ആകണം, അല്ലെങ്കിൽ ഒരു ടൈക്കോൺ ആകണം എന്ന രീതിക്കുള്ള ആഗ്രഹങ്ങൾ കൂടി അവനും അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അവനെ പണ്ട് സിനിമയിലൊക്കെ കണ്ടതായിട്ട് താൻ ഓർക്കുന്നുണ്ട് എന്ന രീതിക്ക് അവൾ പറയുമ്പോഴത്തേക്കും, പണ്ട് ഞാൻ ഫിലിംസിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കത് നിർത്തേണ്ടതായിട്ട് വന്നു. എങ്കിൽ പോലും ഞാൻ വലുതാകുമ്പോഴത്തേക്കും ഒരു ആക്ടർ ആകണമെന്നാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ തന്നെ തുറന്നും പറയുന്നു. പിന്നെ അവനും ഒരുപാട് പാർട്ട് ടൈം ജോബ്സിനൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ ക്ലാസ്സിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിൽ മിക്കപ്പോഴും ഉറക്കമായിരിക്കും അവൻ പതിവായിട്ട് ചെയ്യുക. പക്ഷെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങുന്നതിനേക്കാളും നേഴ്സ് റൂമിൽ പോയി ഉറങ്ങുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നുള്ള ഒരു ഐഡിയ അവളും അവന് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുന്ന അവനും അവന്റെ പ്രശ്നങ്ങളൊക്കെ കേട്ടതിന് ശേഷം അവനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിക്ക് ഒരു ഫ്രണ്ടിനെ കൂടി കിട്ടിയ സന്തോഷത്തിലായിരുന്നു അവനും ഉണ്ടായിരുന്നത്. ഇതിനു മുമ്പ് ലീ മാത്രമായിരുന്നു എന്റെ കാര്യങ്ങളൊക്കെ കേട്ട് ഇതുപോലെ പെരുമാറിയിട്ടുണ്ടായിരുന്നതെന്ന് അവൻ പറയുമ്പോഴത്തേക്കും ഇപ്പോൾ ലീനെയും കാണിക്കുകയാണ്. ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ലീക്ക് ഇതുവരെയായിട്ട് മെച്യൂരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം വന്നിട്ടില്ല.